ഹായ് കൂട്ടുകാരെ, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. ഞാൻ എൻ്റെ ഫോണിലുണ്ടായിട്ട് സ്വത്തുവിൻ്റെ ചെറിയൊരു കുസൃതിയായിട്ട് ഇട്ടത്. കാരണം വേറെ ഒന്നല്ല, നമുക്ക് പ്രത്യേകിച്ച് വീഡിയോ എടുക്കാൻ കാരണമൊന്നും ഉണ്ടായില്ല. അതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു വീഡിയോ ഇടാതിരുന്നാൽ ശരിയാവില്ലല്ലോ വിചാരിച്ചു. അപ്പോൾ നമ്മൾ 6 മണിക്ക് ശേഷത്തെ കുറച്ച് വീട്ടിലെ വിശേഷങ്ങളാട്ടോ. ഇത് നമ്മുടെ മുല്ലയിൽ ഉണ്ടാവണ പൂവാട്ടോ. ഓരോ ദിവസം കഴിയുന്തോറും അത് ഇരട്ടി ആവുകയാണ്. എനിവേ സ്വത്തുവിനാണ് ഞങ്ങൾ കൂടുതലായി ചൂടുന്നത്. സ്വത്ത് 5 മിനിറ്റ് വെക്കും, പിന്നെ അതൊക്കെ നാശകോശമാവും. കുറച്ച് നേരമൊക്കെ ഇരിക്കുള്ളൂ. 5 മിനിറ്റിനിടെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് വെക്കും കേട്ടോ. സ്വത്തു ആണെങ്കിൽ ഇലക്ഷൻ്റെ ചൂട് സ്വത്തുവിനും കയറി തോന്നുന്നു. സ്വത്ത് ന്യൂസ് ഇരുന്ന് കാണുന്നതാണ്. അല്ലെങ്കിൽ ന്യൂസൊന്നും വെച്ചാൽ അധികം ഇതില്ല, ഇഷ്ടമില്ലാത്ത കുട്ടിയാണ്. അപ്പോൾ ന്യൂസൊക്കെ ഇരുന്ന് കാണുന്നുണ്ട്. അതുകഴിഞ്ഞിട്ട് നമ്മൾ സ്വത്തുവിനുള്ള പാലൊക്കെ വെച്ചിട്ടുണ്ട് അടുപ്പിൽ. ഇതിപ്പോൾ അടുപ്പിൻ്റെ അവിടെ അങ്ങനെ പൊടിയൊക്കെ കിടക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിറക് പിറക്കിയിട്ടുള്ളൂ. അപ്പോൾ പച്ച വിറകാണ്, അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചുറ്റും ഇങ്ങനെ വെക്കുന്നുണ്ട് തീ കത്തുമ്പോൾ. അപ്പോൾ അതാട്ടോ അതിൻ്റെ പൊടിയല്ലാതെ വേറെ ഒന്നല്ല. അപ്പോൾ നമ്മളിങ്ങനെ കൊട്ടയിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിൻ്റെ ചുറ്റും ഇങ്ങനെ വെച്ച് കൊടുക്കുക ചെയ്യുക. അപ്പോൾ തോലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ചൂടാവുമല്ലോ. അതിനുശേഷം ഞങ്ങൾ ഏട്ടനും ഞാനും കൂടിയിട്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് പോകാം കേട്ടോ. കുറച്ച് സാധനങ്ങൾ വാങ്ങണ്ടായി. കുറേയൊന്നും വാങ്ങണില്ല, നമ്മൾ എല്ലാ മാസത്തേക്കും ഇങ്ങനെ എടുക്കുക ചെയ്യുക കുറച്ച് സാധനങ്ങൾ. അതാകുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കടയിലൊന്നും പോകണ്ടല്ലോ. അങ്ങനെ അപ്പം നമ്മൾ കുറച്ച് സാധനങ്ങളാട്ടോ വാങ്ങിയുള്ളൂ. അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങിയുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് അധികം സാധനങ്ങൾ എടുക്കാറുണ്ട്. ഇന്നിപ്പോൾ അരിയൊന്നും എടുക്കേണ്ടി വന്നില്ല. കാരണം അമ്മമ്മയുടെ വീട്ടിൽ പോയപ്പോൾ നമുക്ക് കുറച്ച് അത്യാവശ്യത്തിനുള്ള അരിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് കാരണം കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു. സ്വത്തുവിൻ്റെ ബ്രഷ് ഞാൻ കാണിച്ചില്ലായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അത് ഞാൻ ഒരു ദിവസം മുറ്റടിച്ചു വരിങ്ങപ്പോൾ ജൂലി കടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. എങ്ങനെ അവൾക്ക് കിട്ടിയെന്ന് അറിയില്ല. സ്വത്ത് തന്നെ മിക്കവാറും ജനലിൻ്റെ ഉള്ളിക്കൂടെ ഇങ്ങനെ എടുത്തിരുന്ന സ്വഭാവമൊക്കെ ഉണ്ട് കേട്ടോ ഓരോന്ന്. അങ്ങനെ 2-3 പാൽക്കുപ്പി, ബ്രഷ്, സാധനങ്ങൾ, ചെരുപ്പൊക്കെ നായ്ക്കുട്ടി ഇങ്ങനെ കടിച്ചിട്ട് പോയിട്ടുണ്ട്. ബ്ലാക്ക് പിന്നെ ഒന്നും എടുക്കില്ല, പക്ഷേ ജൂലി കടിച്ച് നാശകോശമാക്കി ഇടും. അപ്പോൾ എടുത്തില്ലെങ്കിലും പുറത്ത് വീണ സാധനം നമുക്ക് കുട്ടിക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഏട്ടൻ പറഞ്ഞു ഇപ്പോൾ വാങ്ങണ്ട ബ്രഷ്, അവളിങ്ങനെ കളിച്ച് കളയല്ലേ ഉള്ളൂ, അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങിക്കൊടുക്കാം. പിന്നെ നമ്മൾ ഹാൻഡ് വാഷൊക്കെ നോക്കി. ഇന്ന് ആ പുൽത്തൈലെടുത്താട്ടോ നിറയെ ഈച്ചയുണ്ട്. മറ്റൊരു കുഞ്ഞു ഈച്ചയുണ്ടല്ലോ, അതൊക്കെ ഉണ്ട്. പിന്നെ ഇത് 2 രൂപയ്ക്ക് പെനോയിൽ കിട്ടിയപ്പോൾ അതും എടുത്തു. പിന്നെ പോപ്കോൺ സ്വത്തുവിന് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ 10 രൂപയുള്ളൂ ഇങ്ങനെ പാക്കറ്റ്, അപ്പോൾ അത് വാങ്ങും. 2-3 എടുത്തു കഴിഞ്ഞാൽ 2-3 ദിവസത്തേക്ക് അവൾക്ക് ആവുമല്ലോ. പിന്നെ നല്ലതുമാണ് കുട്ടികൾ ഇതൊക്കെ കഴിക്കുന്നത്. അപ്പോൾ അവൾക്ക് ഇതൊക്കെ എടുത്തു. പിന്നെ ഞാൻ ഇങ്ങനെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ച് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് വീടെത്തിയിട്ടോ. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളൂ. പഞ്ചസാര, പേസ്റ്റ്, ചന്ദനത്തിരി, എണ്ണ, പിന്നെ കുറച്ച് പച്ചക്കറി. ഇതൊക്കെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നു. അപ്പോൾ അമ്മ അങ്ങനെ നോക്കുകയാണ് ഇത് എത്ര രൂപയായി എങ്ങനെയാണെന്നൊക്കെ നോക്കുകയാണ്. നമ്മൾ ചോളത്തിൻ്റെ പുട്ടുപൊടി ആദ്യമായിട്ട് വാങ്ങിയതാണ്, ഉണ്ടാക്കി നോക്കണം എങ്ങനെയുണ്ടെന്ന് അറിയണം. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ ഇത് അപ്പം തന്നെ ഒതുക്കി വയ്ക്കും കേട്ടോ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് അത് അവിടെ ഇങ്ങോട്ട് തട്ടി അവിടെ ഇടങ്ങേറാവും. നമ്മളെല്ലാം പാത്രത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് എടുക്കാമല്ലോ. ഇത് നമുക്ക് ചായപ്പൊടിയുടെ ഒപ്പം കിട്ടിയ ബിസ്ക്കറ്റാട്ടോ. അത് മിൽക്കി ബൈറ്റ്സ് എന്ന് പറഞ്ഞ ക്ലാസിക്കിൻ്റെ ഒരു ചെറിയൊരു 10 രൂപയുടെ ഒരു ബിസ്ക്കറ്റാണ്. നമ്മളത് ആദ്യമായിട്ടാണ് നമുക്ക് കിട്ടിയത്. നമുക്ക് ആദ്യം കൺഫ്യൂഷൻ ചെയ്ത് എന്തിൻ്റെ ഒപ്പം കിട്ടിയതാണ്, പിന്നെയാണ് മനസ്സിലായത് ഇത് ചായപ്പൊടിയുടെ ഒപ്പം കിട്ടിയതാണ്. പിന്നെ ഏട്ടൻ വന്നു. അങ്ങനെ ഏട്ടന് നോക്കും ഇത് എന്തിൻ്റെ ഒപ്പം കിട്ടിയതെന്ന്. പിന്നെ നമ്മൾ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വയ്ക്കുക വിചാരിച്ചു. നമ്മുടെ ഗ്യാസ് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുപ്പിലാണല്ലോ അപ്പോൾ അധികം കത്തിക്കുന്നത്. അപ്പോൾ അമ്മയ്ക്ക് എളുപ്പപ്പണി ആവട്ടെ വിചാരിച്ചു രാവിലെ എണീറ്റ് ചോറും കൂട്ടാനും എല്ലാം അടുപ്പിൽ തന്നെ വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അത് അരിഞ്ഞുണ്ടാക്കുകയും വേണം, വയ്ക്കുകയും വേണം. അപ്പോൾ നമ്മൾ പച്ചക്കറി മാക്സിമം ഇങ്ങനെ രാത്രി കട്ട് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് രാവിലേക്ക് എളുപ്പമാവുമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ അതിൻ്റെ ഒപ്പം സ്വത്തും വരുന്നുണ്ട്. പച്ചക്കറി അരിയാനല്ല, പച്ചക്കറി ഞാൻ എന്തൊക്കെയോ മുറിച്ചിടുന്നതൊക്കെ വായിലെടുത്ത് വയ്ക്കേണ്ടിട്ട്. ഞാൻ കാണാത്ത തക്കത്തിനൊക്കെ നോക്കി വായിലിടണ്ട് പുള്ളിക്കാരി. ഞാൻ പിന്നെ ഏട്ടനോട് പറയേണ്ട എടുത്തിട്ട് പോകുന്നു. പക്ഷേ ഏട്ടൻ അങ്ങോട്ട് വിളിച്ചാലും ഉണ്ണി പോവില്ല. ഉണ്ണി ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇങ്ങനെ അവൾക്ക് പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത കുറച്ച് പച്ചക്കറി ഉണ്ടായി. കുറച്ച് പഴയ പച്ചക്കറി നമ്മൾ ഫ്രിഡ്ജിലുണ്ടാവില്ല കുറച്ച് എന്തെങ്കിലുമൊക്കെ. അപ്പോൾ അതൊക്കെ കൂടി എടുത്ത് ഞാൻ അരിഞ്ഞ് വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തണുപ്പും പച്ചക്കറി അവൾ എന്താ സാധനം എന്നൊക്കെ നോക്കുന്നുണ്ട് വായിലിട്ടിട്ട്. ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് അവൾ ചിലതൊക്കെ വായിലിടേണ്ടത് കാണുന്നത് തന്നെ. എന്തായാലും ചെയ്യാം.
അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ വ്ളോഗിലുള്ളൂ. പ്രത്യേകിച്ച് വലിയ കാര്യങ്ങൾ നമ്മൾ പുറത്ത് പോകേണ്ട ട്രാവൽ ചെയ്യണം അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങൾ നമ്മുടെ ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ പുറത്തേക്ക് പോവുള്ളൂ. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കണ്ടൻറ്റും വിശേഷങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ഒരു ഫാമിലി വ്ളോഗല്ലേ. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴും സപ്പോർട്ട് ചെയ്യുമ്പോഴൊക്കെയാണോ എന്നും വീഡിയോ ഇടാനുള്ളൊരു ഊർജ്ജം നമുക്ക് ഉണ്ടാവുക. നിങ്ങളുടെ സ്നേഹമാണ് നമ്മുടെ ഓരോ ദിവസവും ഞാൻ എണീറ്റ് രാവിലെ നോക്കുമ്പോൾ യൂട്യൂബിൽ ഒന്ന് എത്ര പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ലൈക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരാളെങ്കിൽ ഒരാൾ കമൻറ്റ് ചെയ്യുമ്പോഴും സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ വീഡിയോ ചെയ്യണം എന്നൊരു തോന്നലും ഉണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? തിരഞ്ഞെടുപ്പിൻ്റെ ചൂട് എല്ലായിടത്തും എത്തിയോ? നമുക്ക് ഇവിടെയൊക്കെ രാവിലെ മുതലേ ന്യൂസിൽ തന്നെയായിരുന്നു എല്ലാവരും. നമുക്ക് ഇന്ന പാർട്ടി എന്നൊന്നുമില്ല, ഏത് പാർട്ടി ജയിച്ചാലും നമ്മൾ പണിയെടുത്ത് തന്നെ വേണം ജീവിക്കാൻ. അപ്പോൾ എന്നാലും ഒരു ഇതിന് ആര് ജയിച്ച് എന്താ ഫെയിലാവാൻ കാരണം ന്യൂസിലൊക്കെ ഇങ്ങനെ കാണുമല്ലോ. കുറച്ച് നോളജൊക്കെ കിട്ടും ന്യൂസ് ഈ ടൈമിലൊക്കെ ന്യൂസ് കാണുമ്പോൾ എപ്പോഴും നമുക്ക് നോളജ് തന്നെ കിട്ടും. എന്നാലും തിരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അന്ന് വിചാരിച്ച് രാവിലെ മുതൽ തന്നെ ആയിട്ട് ന്യൂസ് തന്നെയായിരുന്നു. പിന്നെ എല്ലാവരും അത് തന്നെ കണ്ടുകൊണ്ടിരുന്നു. വേറെ ചാനൽ മാറ്റും ന്യൂസ് ചാനൽ മാത്രം അങ്ങനെ മാറ്റി മാറ്റി വെക്കും, കാണും. അത് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ സ്വത്തുവാണെങ്കിൽ ഇന്ന് വാശിയൊന്നും പിടിച്ചില്ല. കൊച്ചു ടി വി വെക്കാനോ അല്ലെങ്കിൽ പാട്ട് വെക്കാനോ ഒന്നിനും വാശി പിടിച്ചില്ല. സ്വത്ത് രാവിലെ മുതൽ ന്യൂസ് ചാനൽ തന്നെ ഇരുന്ന് കാണുമായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു. ഇന്ന് പിന്നെ മഴയും പെയ്തില്ല കേട്ടോ നമുക്ക്. കാരണം ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു, ജയിച്ച ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ ആൾക്കാർക്ക് നടത്തണമല്ലോ, അതിനു വേണ്ടി മഴയടക്കം അവരെ കനിഞ്ഞിരിക്കുകയാണെന്നൊക്കെ ഞങ്ങളിങ്ങനെ ഇരുന്ന് വൈകുന്നേരം പറയുമായിരുന്നു ചായ കുടിക്കുമ്പോൾ. ഇന്ന് കുറച്ച് തെളിച്ചൊക്കെ ഉണ്ടായിരുന്നു, അതുകാരണം നമുക്ക് കുറച്ച് ഡ്രസ്സൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടി. അപ്പോൾ എനിക്ക് എന്തൊക്കെയോ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഒന്നും പറയാനും പറ്റില്ല. ഈ റെക്കോർഡ് ചെയ്യുമ്പോൾ അതെന്താണെന്നാവുക പയ്യെ പയ്യെ ശരിയാവുമായിരിക്കും അല്ലേ. അങ്ങനെ എല്ലാം ശരിയാവട്ടെ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കും, സേഫായിട്ടിരിക്കും. ഇനി നാളെ മുതൽ ഞാൻ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യണം എന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടൻറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണമല്ലോ എന്ന ലക്ഷ്യം വെച്ചിട്ട് എന്നും വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഞാൻ അവിടെ പച്ചക്കറി കഴിയുമ്പോൾ അവിടെ നിന്ന് എണീറ്റ് പോയി സ്വത്തു കട്ടിലിൻ്റെ മുന്നിൽ കയറിയിരുന്നു. ഭയങ്കര ഡാൻസ് കളിക്കില്ല, അവിടെ കട്ടിലിന് നേരെ തന്നെ ഇതുണ്ട്, അലമാരയുണ്ട്, അതിൻ്റെ ഗ്ലാസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നിൽ ഇരുന്ന് കോപ്രായം കാണിക്കുകയാണ്. അവൾ അതിൻ്റെ അടുത്തെത്തുമ്പോൾ എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. പിന്നെ ഞാൻ അമ്മേനെയൊക്കെ പറഞ്ഞു വിട്ട് പിന്നെ അമ്മ അവിടെ നിന്ന് അങ്ങോട്ട് കുത്തിച്ചാരി നീപ്പിച്ച് കൊണ്ടുവന്നു. പിന്നെ ഞങ്ങൾ ഉടൻപണം കാണാൻ കേട്ടോ. അപ്പോൾ അതിലെ പാട്ട് കേട്ടപ്പോൾ പുള്ളിക്കാർ ഓടി വന്നു. അങ്ങനെ അതൊക്കെ കണ്ട് കളിച്ച് നമ്മളെല്ലാം ഉത്തരം ശരിയാക്കാറുണ്ട് മാക്സിമം. പക്ഷേ നമ്മുടെ ടൈമിങ്ങിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവുന്നത് കൊണ്ടാണോ എന്നറിയില്ല, വിളിച്ചിട്ടില്ല ഇതുവരെ. പിന്നെ ഞങ്ങൾ മുല്ലപ്പൊക്കെ കോർത്ത് ഇതൊക്കെ ഞാൻ നേരത്തെ കാണിച്ചില്ലേ, ചിലതൊക്കെ വിരിഞ്ഞു തുടങ്ങി. അപ്പോൾ അമ്മ അത് കോർക്കുവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ബൈ.